അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹലായ ഫദ്ല് കൊണ്ട് ഇരുലോക ആഫിയത്ത് നമുക്കും വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു നൽകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് കേൾക്കുന്ന, കമൻറ്റിൽ സന്തോഷം പറയുന്ന, ദുആ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം നൽകട്ടെ. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ, പ്രത്യേകിച്ച് ദുആയിൽ ഓർക്കണം ചേർക്കണമെന്ന് പറഞ്ഞവരുടെ എല്ലാവിധ പ്രയാസങ്ങളും കടങ്ങളും രോഗങ്ങളും മാറ്റി പരിപൂർണമായ ആഫിയത്ത് സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ മരിച്ചുപോയവർക്ക് ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനാത്തുകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവിലേക്ക്, പോരിശയുടെ പേമാരി വർഷം, ഈ പരിശുദ്ധമായ രാവിലേക്ക് നമ്മൾ ചേരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ രാവിൻ്റെ നാളത്തെ പകലിൻ്റെ എല്ലാ പുണ്യവും കിട്ടാൻ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുകയും പരിഗണിക്കേണ്ടതുമായ പുണ്യകർമ്മമാണ് അസ്വലാത്തു അലൻ നബിയിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് എന്ന് പറയുന്നത് അത് പ്രത്യേകം സുന്നത്താണ്. കേവലം സ്വലാത്തല്ല, സ്വലാത്തിൻ്റെ ഇക്സാർ സുന്നത്താണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വ്യാഴാഴ്ച പകൽ തന്നെ സ്വർണത്തിൻ്റെ പേനകളുമായി വെള്ളിയുടെ കടലാസിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ പേരെഴുതുന്നത് ആരുടെയാണ്? സ്വലാത്ത് ചൊല്ലുന്നവരുടെയാണ്. അപ്പോൾ വലിയ ഭാഗ്യമാണ് സ്വലാത്തിൻ്റെ വാഹകർ അല്ലെങ്കിൽ സ്വലാത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സ്വലാത്ത് ചലഞ്ച്, 1,00,000 സ്വലാത്ത് ചലഞ്ച്, ഒരുപാട് പേര് നമ്മുടെ സ്വലാത്തിൻ്റെ എണ്ണം രേഖപ്പെടുത്തിയിട്ട് കൃത്യമായിട്ട് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഒരുപാട് പേര്, ഏകദേശം ഒരു 20 കോടിയുടെ തഖരീബൻ ഏകദേശം അതിൻ്റെ ചാരത്ത് വന്ന് നിൽക്കുകയാണ്. ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാർ ആക്റ്റീവായിട്ട് സ്വലാത്തിൽ എൻഗേജഡ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് 1,00,000-ൽ താഴെ സ്വലാത്ത് ചൊല്ലിയ പലരും സ്വലാത്ത് കൗണ്ടറിൽ ജോയിൻ ചെയ്തിട്ടില്ല, രേഖപ്പെടുത്തിയിട്ടില്ല. 1,00,000 ആകാത്തതുകൊണ്ട് ആരും മാറി നിൽക്കാൻ പാടില്ല. 10 സ്വലാത്താണ് ചൊല്ലിയുള്ളൂ എങ്കിൽ പോലും അതിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ രേഖപ്പെടുത്തി അതിൻ്റെ കൂടെ കൂടണം. കാരണം ഇതൊരു സ്വലാത്തിൻ്റെ കുടുംബമാണ്. റബീഉൽ അവ്വലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പുണ്യ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന മുനവ്വറയിലേക്ക് പോകുന്ന സ്വലാത്തിൻ്റെ ലഗേജുകളിൽ നമ്മുടെ ലഗേജ് ഒന്ന് കയറാൻ വേണ്ടി, നമ്മുടെ ദുആയിലൊന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. ചൊല്ലുമ്പോൾ തന്നെ കൂലി അത് ഫിക്സഡ് ആണ്. എങ്കിലും നമ്മുടെ സ്വലാത്ത് കുടുംബത്തിൽ അതിൻ്റെ ഒരു രീതി എങ്ങനെയാണല്ലോ, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് അതെല്ലാവരും പരിഗണിക്കണം. എത്ര എണ്ണമാണ് ആ എണ്ണം രേഖപ്പെടുത്തണം. പിന്നെ നമുക്ക് വരാൻ പോകുന്ന സെപ്റ്റംബർ 15-ാം തീയതി, അതായത് തിങ്കളാഴ്ച, നമ്മൾ ഈ 1,00,000 സ്വലാത്തിൻ്റെ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മൾ ഇനിയും സ്വലാത്തുകളെമ്പാടും ഓരോ മാസത്തിലും ധാരാളം സ്വലാത്തുകൾ ആക്റ്റീവായിട്ട് നമ്മൾ പങ്കെടുക്കണം. റബീഉൽ അവ്വൽ തീർന്നതോടെ സ്വലാത്ത് തീരാൻ പാടില്ല, അതുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പരിശുദ്ധമായ രാവ്, ഇന്നത്തെ പകൽ, നാളത്തെ പകൽ എന്നൊക്കെ പറയുന്നത് സ്വലാത്തിൻ്റെ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളാണ്, അധികരിപ്പിക്കേണ്ട ദിവസങ്ങളാണ്. സ്വലാത്ത് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ഒരു പവർ പോലെയാണ്, കരണ്ട് പോലെയാണ്. അതായത് എവിടെയാണോ അത് കണക്റ്റഡ് ആകുന്നത് തീർച്ചയായും അവിടെ പ്രവർത്തനം നടക്കും. ഇപ്പോൾ കരണ്ട്, നമ്മുടെ ലൈറ്റ് ബൾബിലേക്ക് പവർ ചെന്ന് മുട്ടുമ്പോൾ, അല്ലെങ്കിൽ കരണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ വെളിച്ചമുണ്ടാവും. ആ കരണ്ട് ഫാനിലേക്ക് ചെല്ലുമ്പോൾ ഫാൻ കറങ്ങാൻ തുടങ്ങും, അതിൻ്റെ കാറ്റ് കിട്ടും. അത് എ സിയിലേക്കാകുമ്പോൾ കൂളിംഗ് കിട്ടും. അത് മൈക്കിലേക്കാകുമ്പോൾ നമ്മുടെ വോയിസ് പുറത്തേക്ക് ശബ്ദത്തിൽ വരും. എല്ലാം അങ്ങനെയാണ്. ഇതിന് സമാനമാണ്. ഒരു പവർ കരണ്ട് പോലെയാണ് സ്വലാത്ത്. ഒരാൾ ആഫിയത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി സ്വലാത്ത് നിയ്യത്ത് വെച്ച് ചെല്ലുന്നു, ആരോഗ്യം ഉണ്ടാവും. രോഗം മാറാൻ വേണ്ടിയാണ് രോഗം മാറും. കടങ്ങൾ മാറാൻ വേണ്ടിയാണ് കടങ്ങൾ മാറും. കച്ചവടം നന്നാകാൻ വേണ്ടിയാണ് ഉദ്ദേശമെങ്കിൽ കച്ചവടം നന്നാകും. മക്കൾ ഉണ്ടാകാനാണെങ്കിൽ അങ്ങനെയാകും. മക്കൾ നന്നാകാനാണെങ്കിൽ അങ്ങനെയാകും. കുടുംബത്തിൽ സന്തോഷം ബറക്കത്തുണ്ടാകാനാണെങ്കിൽ അങ്ങനെയാകും. വീടുണ്ടാകാനാണ് ഉദ്ദേശം, അങ്ങനെയാകും. ഇരുലോക ആഫിയത്താണ് ഉദ്ദേശം, ഈമാൻ സലാമത്താണ് ഉദ്ദേശം, മരണം നന്നാകാനാണ് ഉദ്ദേശം, ഖബർ നന്നാകാനാണ് ഉദ്ദേശം, മഹ്ശർ രക്ഷപ്പെടാനാണ് ഉദ്ദേശം, ജന്നത്ത് സ്വർഗം കിട്ടാൻ, എന്താ നമ്മളെ ഉദ്ദേശം? ആ ഉദ്ദേശത്തിലേക്ക് സ്വലാത്ത് അങ്ങോട്ട് കണക്റ്റഡ് ആകുമ്പോൾ ആ ഉദ്ദേശം സഫലീകരിക്കും. ഇതാണ് സ്വലാത്തിൻ്റെ പവർ. ഇവിടെ സ്വലാത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് വൺ, എല്ലാ വിഷമങ്ങളും, പ്രയാസങ്ങൾ, ടെൻഷൻ മാറാൻ, വിഷമങ്ങൾ മാറാൻ സ്വലാത്ത് ഏറ്റവും പവർഫുള്ളാണ്. ഹദീസുകളിലൊക്കെ കാണാം. അതേപോലെ തന്നെ തടസ്സങ്ങൾ മാറി കിട്ടാൻ, കാര്യതടസ്സം, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുക, പല തടസ്സങ്ങൾ, എന്തോ തടസ്സമുള്ളതുപോലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. അതേപോലെ തന്നെ രോഗങ്ങൾ മാറാൻ വേണ്ടി സ്വലാത്ത് വളരെ ഫിറ്റാണ്.
മുറാദ് ഹാസിലാകാൻ സ്വലാത്ത് വളരെ ഫിറ്റാണ്, മുറാദുകൾ ഹാസിലാകും. അഞ്ചാമത്തെ ഒരു നേട്ടം എന്ന് പറയുന്നത് ജോലി കിട്ടാൻ വേണ്ടി ഒരാൾ ആഗ്രഹിക്കുകയാണ്. ഒരു ജോലി കിട്ടണം, ഒരു 313 സ്വലാത്ത് നിയ്യത്ത് വെച്ചിട്ട് എത്രയും ഓതാം, നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ പാരായണം ചെയ്താൽ ജോലിക്ക് വേണ്ടി തീർച്ചയായും നമുക്ക് ഖൈറായ ജോലി കിട്ടും, നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലിയിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അതേപോലെ തന്നെ കടങ്ങൾ വീടാനാണ് ഉദ്ദേശിക്കുന്നത്, പ്രത്യേകം നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് സ്വലാത്തിൽ നമ്മൾ ബന്ധപ്പെടുക, തീർച്ചയായും കടങ്ങൾ വീടും. അതേപോലെ ഏഴാമത്തത് മൗഫിറത്ത് കിട്ടും. സ്വലാത്ത് ചൊല്ലുന്തോറും ഈ ഗുണങ്ങൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണങ്ങൾ കിട്ടുന്നതോടൊപ്പം നമ്മൾ അറിയാത്തൊരു ഗുണം കിട്ടുന്നുണ്ട്, നമ്മുടെ പാപമോചനമാണ്, തെറ്റുകൾ പൊറുക്കപ്പെടും. എട്ടാമത് ഒരാൾക്ക് ക്ഷീണം, തളർച്ച, ശരീരമാകെ ടയേർഡാണ്, എന്താണെന്നറിയില്ല, ആ ക്ഷീണം മാറാൻ വേണ്ടി നിയ്യത്ത് ചെയ്തിട്ട് സ്വലാത്തിൻ്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹുവേ ഈ പ്രയാസം മാറ്റണേ, ആ പ്രയാസങ്ങൾ മാറിപ്പോകും. 9 വീടുണ്ടാകാൻ വേണ്ടി ഒരാൾ ആഗ്രഹിക്കുകയാണ്. ഓരോരുത്തർക്കും വലിയ സ്വപ്നമാണ്, ആഗ്രഹമാണ് ഒരു വീട്. ആ സ്വപ്നം പൂണിയാൻ സ്വലാത്ത് കൊണ്ട് പറ്റുന്നതാണ്. 10ാമത്തത് വീടിൻ്റെ പണി തീർന്നിട്ടില്ല, എന്തോ തടസ്സങ്ങളാലെ പണി തീരുന്നതായി തോന്നുന്നില്ല, ഇങ്ങനെ പ്രയാസം, ആ പണി പെട്ടെന്ന് വീട് പണി പൂർത്തീകരിക്കാൻ സ്വലാത്ത് നമ്മൾ പ്രത്യേകം നിയ്യത്ത് ചെയ്ത് ഓതിയാൽ മതി. അതേപോലെ 11ാമത്തെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളുമുണ്ട്, അത് ഭാര്യ ഭർത്താക്കളാകാം, മാതാപിതാക്കളും മക്കളുമാകാം, കുടുംബക്കാർ ജ്യേഷ്ഠാനുജന്മാരാകാം, ആങ്ങളപെങ്ങളാകാം, അല്ലെങ്കിൽ അയൽവക്കമാകാം. കുടുംബത്തിൽ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ പ്രത്യേകം നിയ്യത്ത് കൊണ്ട് സ്വലാത്ത് കൊണ്ട് അത് വലിയ അത്ഭുതകരമായി മാറ്റപ്പെടുന്നതായി കാണാം. അതേപോലെ തന്നെ 12ാമത്തെ പരസ്പര സ്നേഹം കിട്ടാൻ, ദമ്പതികൾ തമ്മിൽ സ്നേഹം കിട്ടാൻ, മക്കളും മാതാപിതാക്കളും സ്നേഹം കിട്ടാൻ, കൂട്ടുകുടുംബാദികൾ, അയൽവാസികൾ പരസ്പര സ്നേഹം കിട്ടാൻ വേണ്ടി പ്രത്യേകം നമ്മൾ നിയ്യത്ത് ചെയ്ത് ഓതിയാൽ തീർച്ചയായും അത് ഫലവത്താകും. അതേപോലെ 13ാമത്തെ മക്കൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പലതും ചെയ്യുകയും ചൊല്ലുകയും ചെയ്യുന്നവരാണ്. സ്വലാത്തങ്ങട് നേർച്ചയാക്കോ സ്വലാത്ത് നെയ്യത്താക്കോ ചെയ്തിട്ട് എത്രയെണ്ണം, അത് നമ്മുടെ ചോയ്സാണ്. ആത്മാർത്ഥമായി ചൊല്ലിയാൽ തീർച്ചയായും മക്കളുണ്ടാകാത്ത കുടുംബത്തിൽ മക്കളുണ്ടാകും. ഒരുപാട് കുടുംബങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെ സ്വലാത്ത് കൊണ്ട് മക്കളുണ്ടായത്, സ്വലാത്ത് കൊണ്ട് വീടുണ്ടായത്, സ്വലാത്ത് കൊണ്ട് മക്കളുടെ വിവാഹങ്ങൾ മനോഹരമായി നടന്നു കിട്ടിയത്, അങ്ങനെ ഒരുപാട് കാണാൻ പറ്റും. അതേപോലെ തന്നെ 14ാമത്തത് മക്കൾ അനുസരണയുള്ളവരാ, മാതാപിതാക്കൾ അനുസരിക്കുക, നല്ല കാര്യങ്ങൾ, നിസ്കാരമുള്ള, ദീനി ചിട്ടയുള്ള, മതബോധമുള്ള മക്കളാവുക, തീർച്ചയായിട്ടും സ്വലാത്ത് കൊണ്ട് പറ്റുന്നതാണ്. 15ാമത്തത് ആഖിബത്ത് നന്നാകാൻ വേണ്ടി, അവസാന അന്ത്യം നന്നാകണമല്ലോ, സ്വലാത്ത് കൊണ്ട് പറ്റും, എഫക്റ്റീവാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കിതാബുകളിൽ കാണാം. അതുപോലെ 16ാമത്തത് ഖബറിൽ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ഉലമാക്കൾ കറതീർത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ ആ മനോഹരമായ സാന്നിധ്യത്തിൻ്റെ, അതായത് നമ്മുടെ ജനാസ ഇറക്കി വെക്കുമ്പോൾ അവിടുത്തെ ഷർഫാക്കപ്പെട്ട മുബാറക്കായ കരങ്ങളിലേക്ക് ജനാസ വാങ്ങിയിട്ട് ഇറക്കി വെക്കും, പുണ്യനബിയുടെ സാന്നിധ്യം ഖബറിലുണ്ടാകും എന്ന് ഉലമാക്കൾ പ്രത്യേകം സ്വലാത്തതിന് വേണ്ടി പറയുന്നുണ്ട്. ആ സ്വലാത്തിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. ഇവിടെ 17ാമത്തെ മരണനേരത്ത്, നമ്മുടെ വഫാത്തിൻ്റെ മരണത്തിൻ്റെ സമയത്ത് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുളൂർ, അവിടുത്തെ പ്രസൻസ് ഉണ്ടാവും മുഅ്മിനീങ്ങളുടെ മരണത്തിൽ, അതിന് സ്വലാത്ത് കാരണമാകും. 18 ശഫാഅത്ത് കിട്ടും, നരകം ഉറപ്പായി, അവർക്ക് ആ ഷഫാഅത്ത് ഉറപ്പായും ഷഫാഅത്ത് കിട്ടും. 19 മലക്കുകളുടെ ദുആ കിട്ടും. ഒറ്റ സ്വലാത്ത് പൂർത്തിയാകുമ്പോഴേക്ക് 70,000 മലക്കുകളുടെ ദുആ ആയിരിക്കും. അപ്പോൾ 2 സ്വലാത്താകുമ്പോൾ ഒന്നാലോചിച്ച് നോക്കി, അത് മുഴുവൻ കിട്ടുകയാണ് അള്ളാഹുവിൻ്റെ സ്വലാത്തിനോട് കൂടെ. അതൊന്നും ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ തന്നെ പറ്റില്ല, അത്രയേറെ പ്രഗത്ഭമാണ് അള്ളാഹിൻ്റെ സ്വലാത്ത്. ഇവിടെ മലക്കുകളുടെ ദുആ കിട്ടും. 20ാമത്തെ സിറാത്ത് എളുപ്പമാകും. സിറാത്ത് എന്ന് പറഞ്ഞ് ഇരുട്ടാണെന്നാണ്, സിറാത്ത് പാലം, അലാ മത്തുനിന്നാർ അഹദ്ദു മിന സൈഫി വ അദക്കു മിന ശഅരി, മുടിയേക്കാൾ നേർത്ത വാളിനേക്കാൾ മൂർച്ചയുള്ള സിറാത്ത് പാലം, അവിടെ ഇരുട്ടാണ്, ലുൽമത്താണ്, കാണൂല എവിടെയാണ്. പക്ഷെ സ്വലാത്ത് ഇല്ലെന്നവർക്ക് അത് വെളിച്ചമായി കാണാം, സന്തോഷത്തോടെ സ്വലാത്ത് കിടക്കാം. 21 ജന്നത്ത് കിട്ടാൻ, സ്വർഗം കിട്ടാൻ സ്വലാത്ത് കാരണമാകും. ഈ പറയുന്ന ഗുണങ്ങളെല്ലാം കിട്ടും. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തു ഉലമാ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ജനാസ, നമ്മുടെ ഖബറിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകും. നമ്മുടെ ജനാസ പുണ്യനബിയുടെ തൃക്കരങ്ങളാൽ സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മളെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന, ഖബറിൽ സ്വീകരിക്കുന്ന വലിയൊരു നന്മ, ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ വീടാകുന്ന ഖബറിൽ അവിടെ നമ്മളെ നേരിട്ട് സ്വീകരിക്കും, നേരിട്ട് ഹാജരാകും നമ്മുടെ ഖബറിൽ, നമ്മുടെ മരണനേരത്ത്. അതിന് പര്യാപ്തമാകുന്ന സ്വലാത്ത്, ആ സ്വലാത്ത് വെറൈറ്റി സ്വലാത്താണ് ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. സ്വലാത്തു ആലിൽ ഖദർ എന്ന് പറയാം. അവിടുത്തെ ഏറ്റവും സ്ഥാനം, ഉന്നതമായ സ്ഥാനമാണ് അവിടുത്തെ സ്ഥാനം എന്ന് പറയുന്ന, മഹത്വം എന്ന് പറയുന്ന സ്വലാത്താണ് സ്വലാത്തു ആലിൽ ഖദർ എന്ന് പറയുന്നത്. മഹാന്മാരായ ഉലമാക്കൾ പറയുന്നുണ്ട്, ഈ സ്വലാത്ത് ഒരു 10 വട്ടം വീതം ഡെയിലി ഓതിയാൽ മതി. അപ്പോൾ തന്നെ ഈ പോലീസ് മുഴുവൻ കിട്ടാനും ഈ വലിയ ബറക്കത്ത്, പുണ്യനബിയുടെ സാന്നിധ്യം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കിട്ടാൻ കാരണമാകും. അപ്പോൾ
ഒരു 10 വട്ടം വീതം ഡെയിലി ഓതുന്ന പതിവ്. ഉലമാക്കൾ പറയുന്നുണ്ട് വെള്ളിയാഴ്ചയാകുമ്പോൾ അത് ഒരു 100 വട്ടമെങ്കിലും പാരായണം ചെയ്യണം. തീർച്ചയായും അതിന് വല്ലാത്ത ബെനിഫിറ്റാണ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ അൽഹംദുലില്ലാ പ്രിയപ്പെട്ടവരെ, സ്വലാത്തു ആലിൽ ഖദ്ർ നമുക്കൊന്ന് പരിചയപ്പെടാം. കുഞ്ഞു സ്വലാത്താണ്. ആ സ്വലാത്തിൽ എന്താ പറയുന്നത്, ആ സ്വലാത്തിൻ്റെ പിന്നെ വരികൾ എങ്ങനെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അൽ ഹബീബിൽ ആലിൽ ഖദ്രി അൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. اللهم صل وسلم وبارك على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل وسلم وبارك على سيدنا محمد. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നീ സ്വലാത്തും സലാമും ബറക്കത്തും കൊടുക്കണം റബ്ബേ. നബി ആരാണെന്ന് അവിടുത്തെ മഹത്വം പറയാൻ യഥാർത്ഥത്തിൽ മനോഹരമായ മൗലിദ് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്വലാത്താണ്. ഇതിനകത്ത് മൗലിദ് റബീഉൽ അവ്വലാണല്ലോ, മൗലിദുണ്ട്, സ്വലാത്തുണ്ട്. അൻ നബിയിൽ ഉമ്മി, നിരക്ഷരനായ ഉമ്മിയായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബിയാകുന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ നേതാവായ അവിടുത്തെ മേൽ കൊടുക്കണം. അൽ ഹബീബി, ഹബീബായ, അൽ ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹ്, അവിടുത്തെ മഹത്വവും അവിടുത്തെ സ്ഥാനവും അവിടുത്തെ ബഹുമാനവും വലിയ ഉന്നതിയിലാണ്, ഏറ്റവും ഉയർന്നു നിൽക്കാൻ. അങ്ങനെയുള്ള നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടത്തിന് മാത്രമല്ല അവിടുത്തെ കുടുംബക്കാർക്ക്, അവിടുത്തെ സ്വഹാബത്തിന് എല്ലാം കൊടുക്കണം എന്ന് പറയുന്ന മനോഹരമായ പുണ്യമായ സ്വലാത്താണ്. അപ്പോൾ സ്വലാത്തും മദ്ഹ് മൗലിദും രണ്ടും കൂടെ സമ്മേളിച്ചിരിക്കുന്ന പരിശുദ്ധമായ സ്വലാത്താണ്. ഈ സ്വലാത്തിൻ്റെ ആളുകൾ തീർച്ചയായും അവരുടെ ആഖിബത്ത് നന്നാകും, നല്ല മരണം ഉണ്ടാവും. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സകല അധ്വാനങ്ങളും എന്തിനാ നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, ഖുർആനോത്ത്, ദിക്ർ, സ്വലാത്ത്, ഈ പറയുന്ന നന്മകളൊക്കെ നമ്മൾ ചെയ്യുന്ന എന്തിനാ? ഈമാൻ സലാമത്തായി മരിക്കാൻ വേണ്ടിയാണ്, മരിച്ച് ഖബറിൽ ചെന്നാൽ സന്തോഷിക്കാൻ വേണ്ടിയാണ്. ഈ ഗുണങ്ങളൊക്കെ നമുക്ക് നേടിത്തരുന്ന സ്വലാത്താണ്. ഈമാൻ സലാമത്തായി മരിക്കും, പുണ്യനബിയുടെ സാന്നിധ്യം ഉണ്ടാകും, ഖബറിൽ അവിടെ നമ്മളെ കാത്തു നിൽക്കും. ആരുമില്ലാത്ത ഖബറിൽ എല്ലാം നമുക്ക് തരാൻ പോകുന്ന, നമുക്കെല്ലാമായ പുണ്യ റസൂലിൻ്റെ സാന്നിധ്യം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഭാഗ്യമല്ലേ. ആ ഭാഗ്യം സ്വലാത്തു ആലിൽ ഖദറിനുണ്ടാകും എന്ന് ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ പരിശുദ്ധമായ സ്വലാത്ത് ഓതാൻ കഴിയണം, ചൊല്ലാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇരുലോക വിജയം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ സ്വലാത്തിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇമാം സുയൂത്തി റഹ്മഹുല്ലാ തങ്ങൾ, ചുമ്മാ ആരെങ്കിലും പറഞ്ഞു എന്നല്ല, ഇമാം സുയൂത്തി തങ്ങൾ ഈ പരിശുദ്ധമായ സ്വലാത്ത് ആലിൽ ഖദ്ർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത്ര പവറുള്ള സ്വലാത്താണ്. അഹ്മദ് റിളാ ഖാൻ പറയുന്നുണ്ട്, അഹ്മദ് റിളാ ഖാൻ വലിയ മഹബ്ബത്തുർ റസൂലിൻ്റെ ആളാണ്, ആശിഖ് റസൂലാണ്, സ്വലാത്തിൻ്റെ വലിയ മുഹിബ്ബാണ്. ആര്? അഹ്മദ് റിളാ ഖാൻ. ആ മഹാനവറുകൾ പറയുന്നുണ്ട്, എന്നെ കബറടക്കുമ്പോൾ കബറിന് നല്ല ആഴം ഉണ്ടാകണം, സാധാരണ ഒരാഴം പോരാ, എനിക്ക് എണീറ്റ് നിൽക്കാൻ കഴിയുന്ന ഒരു ഗ്യാപ്പ് കിട്ടണം, അത്രയും ആഴത്തിൽ കുഴിക്കണം കബർ. എന്തുകൊണ്ട്? ഞാൻ ഖബറിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രസന്റ് ആകും. എനിക്കറിയാം ആ പ്രസന്റ് ആകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ സാന്നിധ്യത്തിൽ എനിക്ക് കിടക്കാൻ പറ്റൂല, ഇരിക്കാൻ പറ്റൂല, എനിക്ക് എഴുന്നേറ്റ് നിൽക്കണം ആദരവോടെ, ബഹുമാനത്തോടെ. അതിന് പറ്റുന്ന ഹൈറ്റുള്ള കബറാക്കണം എന്ന് അഹ്മദ് റിളാ ഖാൻ പറയുന്നു റഹിമഹുല്ലാ. ആലോചിച്ച് നോക്കി, മഹാനുഭാവന്മാരായ മഹത്തുക്കളുടെ ആ വീക്ഷണം ആലോചിച്ച് നോക്കി. കാരണം അവരൊക്കെ സ്വലാത്തുമായി എൻഗേജ് ഇടാൻ, പ്രത്യേകിച്ച് സ്വലാത്തു ആലിൽ ഖദർ എന്ന് പറയുന്ന ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ സ്വലാത്ത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ വലിയ സാന്നിധ്യം പുണ്യ ഹബീബിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖബറിൽ പേടിയുണ്ടോ? ആ ഖബറിൽ പ്രയാസമുണ്ടോ? മലക്കുകളുടെ സുആല്, ചോദ്യം, ക്വസ്റ്റ്യൻ നടക്കുമ്പോൾ ആൻസർ ചെയ്യാൻ പ്രയാസം ഉണ്ടാകുമോ? ഇത്തരം മുഅ്മിനീങ്ങൾക്ക് ഒന്നും ഉണ്ടാകില്ല. മനോഹരമായ നം കനൗമത്തിൽ അറൂസ്, അതാണ് യഥാർത്ഥത്തിൽ മണവാളനെപ്പോലെ, മണവാട്ടിയെപ്പോലെ സന്തോഷത്തോടുകൂടെ കിടക്കുന്ന, ഉറക്കമില്ലാതെ സ്വർഗം കണ്ട് കിടക്കുന്ന കിടത്തമാണ്. ആ ഭാഗ്യം ഇവിടെ കിട്ടും. അപ്പോൾ എല്ലാ ദിവസവും ഒരു 10 വട്ടം ഓതിയാൽ മതി. എന്താ മുടക്കം? ഒരു മുടക്കില്ല. ഇന്ന് വെള്ളിയാഴ്ച രാഗാകുമ്പോൾ മിനിമം ഒരു 300ൻ്റെ മുകളിൽ കയറണമെന്നാണ്. അത് ഈ സ്വലാത്ത് തന്നെയാകണമെന്നില്ല, 100 വട്ടം ഈ സ്വലാത്ത് ഇന്നത്തെ രാവിലെ വേണമെന്ന് ഉലമാ പറയുന്നുണ്ട്. ആ വെള്ളിയാഴ്ച രാവ് 100 വട്ടം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച 100 വട്ടം, ബാക്കിയുള്ള ദിവസം 10 വട്ടെങ്കിലും മിനിമം നമ്മൾ ഓതണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വലാത്ത് കൊണ്ട് വിജയിക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ സ്വലാത്ത് ചലഞ്ചിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് അല്ലാഹു പ്രത്യേകം ഖൈർ നൽകട്ടെ. അല്ലാത്ത നമ്മൾ ചൊല്ലുന്ന എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ, സഹായിക്കട്ടെ, സലാമത്തിലാക്കട്ടെ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله